Good morning, sir. Yes, Vijay, good afternoon. Good afternoon, sir. Yes, Shamna, good afternoon. Good afternoon, sir. Okay, Nisa, good afternoon. Good afternoon, ma'am, sir. Yes, Sangeeta, good afternoon. Okay, Vinisha, good afternoon. Yes, Soumya, good afternoon. Yes. Good afternoon, Prayer. sir. Oh, yes, Shamima, prayer. Yes, John Fee. Prayer ഉണ്ടെങ്കിൽ ചില. Okay. Then signing on and the thought of the day. Yes. Prayer name. Okay, Soumya. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട നായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തി നീങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെത്തേരും ആനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. Good afternoon, sir. Good afternoon, all. Yes, okay. Soumya, very good song. Very good. Yes. ആരംഭിക്കട്ടെ. Yes. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ വിജി? Thought of the day.
ശരി, ഞാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ആരംഭിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, വിജി കണ്ടിന്യൂ. ഓക്കെ രേവതി, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. Thought of the day. Success is no accident. It is hard work, perseverance, learning, studying, sacrifice, and most of all, love of what you are doing of learning to do. Thank you. Yes, ശരിയാണ്. Every success there is a hard work. Very good, വിജി. Yes, start ചെയ്യട്ടെ. Okay, with your permission, I start. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും, രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. അതില് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ing ചേർത്ത് വരുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും അതിനോടൊപ്പം തന്നെ വെർബായിട്ടും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങൾ പറയും, V1, V2, V3. അതിനെയാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതില് ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന വേർഡുകൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന, ഒരു പേരിനെ വിശേഷിപ്പിക്കുന്ന സംഗതിയായിട്ടും അതിനോടൊപ്പം തന്നെ വെർബായിട്ടും ഉപയോഗിക്കണം. വെർബിനെ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ നൗണിനെ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 പേര് അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിനി അത് ഒന്നുകൂടി ഞാനത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സാധാരണഗതിയിൽ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങളുണ്ട്: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ നമുക്ക് വേറൊരു പേരും കൂടി പറയാം, V1, V2, V3. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് അതന്നെ എഴുതിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു ബുക്കിന്റെ ബുക്ക് ഒരറ്റത്ത് പ്രസന്റ്, നടുക്ക് പാസ്റ്റ്, മൂന്നാമത്തെ വശത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. 3 ഹെഡിങ്: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഞാൻ പറയാം, പ്രസന്റിന്റെ അടിയിൽ റൈറ്റ്, WRITE, റൈറ്റ്. പാസ്റ്റ് ടെൻസ് wrote, WROTE, wrote. പാസ്റ്റ് പാർട്ടിസിപ്പിൾ wrote, WROTE, wrote. പാസ്റ്റ് പാർട്ടിസിപ്പിൾ written, WRITTEN, written. യെസ്. അടുത്തത് ബ്രേക്ക്, BREAK, ബ്രേക്ക്. ബ്രോക്ക്, BROKE, ബ്രോക്കൺ, BROKEN, ബ്രോക്കൺ. അടുത്തത് ലോസ്, LOSE, ലോസ്റ്റ്, LOST. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലോസ്റ്റ് തന്നെയാണ്, LOST. അടുത്തത് കൺഫ്യൂസ്, CONFUSE, കൺഫ്യൂസ്. പാസ്റ്റ് ടെൻസ് കൺഫ്യൂസ്ഡ്, CONFUSED. പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെ, കൺഫ്യൂസ്ഡ് തന്നെ. അടുത്തത് റോസ്റ്റ്, ROAST, റോസ്റ്റ്. പാസ്റ്റ് ടെൻസ് റോസ്റ്റഡ്, ROASTED, റോസ്റ്റഡ്. റോസ്റ്റഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും റോസ്റ്റഡ് തന്നെ,
ASTED, roasted. അടുത്തത് സ്റ്റീൽ, STEAL, സ്റ്റീൽ. പാസ്റ്റ് ടെൻസ് stole, STOLE. Past participle stolen, STOLEN, stolen. സർ ഒന്നുകൂടെ പറയാം. സ്റ്റീല്, സ്റ്റോള്, സ്റ്റോളൻ. അടുത്തത് ബോയിൽ, BOIL, ബോയിൽ. പാസ്റ്റ് ടെൻസ് ബോയിൽഡ്, BOILED. പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെ, ബോയിൽഡ്. അടുത്ത വേർഡ് ഡെവലപ്പ്, DEVELOP, ഡെവലപ്പ്. പാസ്റ്റ് ടെൻസ് ഡെവലപ്ഡ്, ഡെവലപ്ഡ്. ഡെവലപ്ഡ്, DOVELOPED, അത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഡെവലപ്ഡ്. യെസ്. ഇനി അതിന്റെ അടിയിൽ 3-4 എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു വാചകം. 3-4 എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു വാചകം. രാമൻ ഈസ് എ good man. യെസ്. ഓക്കെ, അവിടെ നിന്ന് കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. രാമൻ ഈസ് എ ഗുഡ് മാൻ. രാമൻ നല്ലൊരു മനുഷ്യനാണ്. ആ മാൻ, മനുഷ്യൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ് ഗുഡ്, നല്ലത്. അപ്പൊ അതുകൊണ്ട് ഗുഡ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിനെ, ഒരു സ്ഥലത്തെ, ആ പേരിനെ കുറിക്കുന്ന എന്തിനേയും വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. സോയ, പേരിനെ കുറിക്കുന്ന ഏതിനെയും വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. യെസ്, അഡ്ജക്റ്റീവ്. യെസ്. അപ്പോ ആ മാൻ എന്ന് പറയുന്ന വേർഡിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഗുഡ്. വേറെ നമുക്ക് വേണമെങ്കിൽ പറയാം, സഫീദ ഈസ് എ റിച്ച് ലേഡി. അപ്പൊ ലേഡി എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നതാണ് എങ്ങനെയുള്ള ലേഡി? റിച്ച് ലേഡി, റിച്ച്, പണക്കാരിയായ. യെസ്. അപ്പൊ ആ റിച്ച് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. കാരണം എന്താണ്? അത് ലേഡിയെ വിശേഷിപ്പിക്കുന്നതാണ്. യെസ്. സംഗീത മുരുകൻ, നമ്മളിവിടെ നോക്കുക. ഈ ഗുഡ് എന്നുള്ള ശ്രദ്ധിച്ചോ, ഗുഡ് എന്നുള്ള വേർഡിന് പകരം നമ്മൾ നേരത്തെ എഴുതിയ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളില്ലേ, അതിന്റെ അടിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്തായിട്ടാണ്? ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും വിശേഷിപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്. നമുക്ക് വേണ്ട ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ ആദ്യത്തെ ഒരു വെർബ് നമ്മൾ അവിടെ എഴുതി, റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പറയാൻ പറ്റില്ല, അതിന്റെ കൂടുതൽ വാക്കുകൂടി ചേരണം. യെസ്. ഇപ്പൊ സംഗീത ഒരു പരാതി കൊടുക്കാൻ വേണ്ടി, ബിജി കേസിനെ കുറിച്ചൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ SI പറഞ്ഞു, സംഗീത ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എഴുതി തരാം. അപ്പോ സംഗീത പറഞ്ഞത് എഴുതി തരാൻ പറ്റൂല, പറയാനേ പറ്റുള്ളൂ. എഴുതി തന്നു കഴിഞ്ഞാല് ഇത് കൊണ്ടുപോയി നിങ്ങൾ വിജിയെ കാണിക്കും.
ഇപ്പൊ ഞാൻ എഴുതി തന്നു പറയുമ്പോൾ ഞാനും വിജയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരും വരാം. അപ്പൊ അതുകൊണ്ട് എഴുതി തരാൻ പറ്റില്ല, വേണമെങ്കിൽ പറയാം എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ നോക്കി റൈറ്റ്, റോട്ട്, റിട്ടേൺ നമ്മൾ എഴുതിയിട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. പരാതിയുടെ ഇംഗ്ലീഷ് എന്താണ്? കംപ്ലൈന്റ്. ആ കംപ്ലൈന്റ് എന്നുള്ളതിനെ ഒന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം റിട്ടൺ കംപ്ലൈന്റ്. എങ്ങനെയുള്ള കംപ്ലൈന്റ്? എഴുതിയ പരാതി കേട്ടോ, റിട്ടൺ കംപ്ലൈന്റ്. അങ്ങനെ പറയാലോ, റിട്ടൺ കംപ്ലൈന്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ സംഗീതത്തിൽ ഒരു വാചകം പറയാം, ഞാനൊരു എഴുതിയ പരാതി. നല്ല എഴുതിയ പരാതി പറയില്ലല്ല, എഴുതിയ പരാതി കൊടുത്തു. ഇംഗ്ലീഷിൽ പറഞ്ഞ ഞാൻ കൊടുത്തു. I gave a written complaint. A written complaint. അപ്പൊ കംപ്ലൈന്റ് എന്ന് പറയുന്ന ആ വേർഡിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വേർഡ് ഏതാണ്? റിട്ടൺ. അപ്പൊ റിട്ടൺ എന്ന് പറയുന്ന വേർഡ് റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ്. അപ്പൊ നമ്മൾ അതിന് മുകളിൽ എഴുതിയിട്ടുള്ള ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച പോലെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്? റിട്ടൺ എന്ന് പറയുന്ന വേർഡാണ്. യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു അഡ്ജക്റ്റീവിനെ പോലെ ഉപയോഗിക്കണം. ഒരു അഡ്ജക്റ്റീവിനെ പോലെ ഉപയോഗിക്കണം. ഇനി നമ്മൾ ആ ടെൻസ് എഴുതിയതിൽ അടുത്ത ടെൻസ് ഒന്ന് വായിച്ച്. ബ്രേക്ക് പൊട്ടുക, ബ്രോക്ക് പൊട്ടി, ബ്രോക്കൺ അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ പൊട്ടിയ ജനാല കാണാം. പൊട്ടിയ ജനാല, ജനാലിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെയുള്ളതാണ്? പൊട്ടിയ ജനാല. അപ്പൊ നമുക്ക് എന്ത് പറയാം ഇംഗ്ലീഷിൽ സംഗീത? പൊട്ടിയ ജനാല, കണ്ട കറക്റ്റ് ആണ്. ബ്രോക്കൺ വിൻഡോ. വിൻഡോ എന്ന് പറയുന്ന ഒരു പേര്, ജനാല എന്ന് പറയുന്ന പേര്, അതിന് എങ്ങനെയുള്ള വിൻഡോ? ബ്രോക്കൺ വിൻഡോ. അപ്പൊ പിന്നെ സംഗീത സ്വന്തമായിട്ട് ബ്രോക്കൺ വിൻഡോ വരാവുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് ബ്രോക്കൺ വിൻഡോ എന്ന് പറയാം. അപ്പൊ ശരിയായി, ബ്രോക്കൺ വിൻഡോ. എന്നാലും ശരിയാവുള്ളൂ. നമ്മൾ ബ്രേക്ക് എന്നുള്ളതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രോക്കൺ ഉപയോഗിച്ചേക്കണേ. ബ്രോക്കൺ വിൻഡോ വരാൻ സെന്റൻസ്. ആലോചിച്ചിട്ട് കിട്ടണില്ല സാർ. ഓക്കെ, സമ്മതിച്ചു. സംഗീത പോവുകയാണ്, സൗമ്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്. വീടൊക്കെ കേറി ഇറങ്ങി കണ്ടു. കണ്ടതിന് ശേഷം സൗമ്യയോട് പറയണം, ഞാനൊരു പൊട്ടിയ ജനാല കണ്ടു. I was seeing a broken window in your house. ഓക്കെ കണ്ടു. സൗമ്യ മോളിൽ കയറിയിട്ടില്ല, അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ സംഗീതം മോളിൽ കയറിയപ്പോഴോ കണ്ടു. അപ്പൊ പറയണം I saw, SAW, I saw, ഞാൻ കണ്ടു. I saw a window എന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു ജനല കണ്ടു. ആ ജനലിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ജനല ഞാൻ കണ്ടത്? I saw a broken window. I saw a broken window. അപ്പൊ ആ ബ്രോക്കൺ എന്ന് പറയുന്ന വേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന വാക്കാണ്. ഓക്കെ ഹൈറനീസ കറക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു, അപ്പൊ അത് പിടി കിട്ടിയല്ലോ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ വരുന്ന വേർഡ് എന്തായിട്ട് ഉപയോഗിക്കുകയാണ്? നമ്മൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഒരു അഡ്ജക്റ്റീവ് പറഞ്ഞാല് ഒരു പേരിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ജോൺഫി. ഓക്കെ, ഇനി അടുത്ത ഒരു ഇത് വായിച്ചേ. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വായിച്ചേ. ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നാണ്. യെസ്. അപ്പൊ ലോസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ വരാവുന്ന വേറൊരു വാക്ക് പറഞ്ഞു, ഒരു നൗണിനെ വിശേഷിപ്പിച്ചിട്ട് നഷ്ടപ്പെട്ട. അങ്ങനൊന്നും പോണ്ട. അത് നഷ്ടപ്പെട്ടതിന്റെ കൂടെ വരാനൊരു വാക്ക് ആദ്യം പറയും. നേരത്തെ പറഞ്ഞില്ലേ, ബ്രോക്കൺ വിൻഡോ, റിട്ടൺ കംപ്ലൈന്റ്. നഷ്ടപ്പെട്ടതിന്റെ കൂടെ വരാമോ? നമുക്ക് എപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യത പോലെ ലോസ്റ്റ് വാച്ച്. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞു
I lost my watch. Yes. I lost it. നോക്ക്. അവിടെ കാര്യം ശ്രദ്ധിക്കണം. ശരിക്കും ആലോചിക്കും. I lost. എനിക്ക് നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു? ഒരു വാച്ച്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വെർബായിട്ടാണ്. നമ്മൾ അത് വേണ്ട. ലോസ്റ്റ് വാച്ച് എന്ന് പറയാം. നഷ്ടപ്പെട്ട വാച്ച് ഞാൻ കണ്ടു, അങ്ങനെ പറയും. അപ്പൊ ശരിയാണ്. ഞാൻ കണ്ടു. I lost a ഞാൻ watch. അതൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടു അത്രയും പറയും. ഞാൻ കണ്ട. I see the. I saw അത്രയും മതി. I saw ഞാൻ കണ്ടു. എന്ത് കണ്ടു? വാച്ച് കണ്ടു. ആ വാച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുന്നിൽ ഒരു വാക്ക് കൂടി ചേർക്കുകയാണ്. ലോസ്റ്റ് വാച്ച്. I saw a lost watch. അത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാൻ വേണ്ടി നമുക്ക് പറയാം. വാച്ച് നഷ്ടപ്പെട്ട ജോൺഫിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ I saw my lost watch. ഞാൻ എന്റെ നഷ്ടപ്പെട്ട വാച്ച് കണ്ടു. നേരത്തെ ആദ്യം ജോൺഫി പറഞ്ഞത് എനിക്ക് വാച്ച് നഷ്ടപ്പെട്ടു എന്നാണ്. ഇത് അങ്ങനെയല്ല. നഷ്ടപ്പെട്ട വാച്ച് ഞാൻ കണ്ടു. ഇത് വാച്ച് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാന്ന് സോ എന്ന് പറയണ്ട. അതിനേക്കാളും നല്ലൊരു വേർഡുണ്ട്, റിക്കവേർഡ്. കണ്ടെടുത്തു. I recovered my lost watch. ഈ വാച്ചിന് പകരം നഷ്ടപ്പെട്ടത് താക്കോലാന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പറയാം I recovered my lost key. ഓക്കെ, ഇനി ലോസ്റ്റ് ജുവൽ. സ്വന്തമാണ് നഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ ലോസ്റ്റ് ജുവൽ. യെസ്, ലോസ്റ്റ് കീ. ഇനി അടുത്ത പറഞ്ഞ വായിച്ചേ, ജോൺഫിയുടെ വായിക്കും. അടുത്ത് വായിക്കും. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്താളിക്കുക, പരിഭ്രമിക്കുക എന്നർത്ഥം. അതിന്റെ പാസ്റ്റൻസ് ആണ് കൺഫ്യൂസ്ഡ്. പരിഭ്രമിച്ചു. അടുത്ത പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. എന്തെങ്കിലും വാക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. യെസ്, കൺഫ്യൂസ്ഡ് വെച്ച് പറയാവുന്ന വേർഡ് പറഞ്ഞു. നേരത്തെ ലോസ്റ്റ് കീ എന്ന് പറഞ്ഞു, ബ്രോക്കൺ എന്ന് പറഞ്ഞപ്പോ വിൻഡോ പറഞ്ഞു, റിട്ടേൺ എന്ന് പറഞ്ഞപ്പോ കംപ്ലൈന്റ് പറഞ്ഞു. അതുപോലെ കൺഫ്യൂസ്ഡിന്റെ കൂടെ വരാവുന്ന പേര് പറഞ്ഞു. അപ്പോ ജോൺഫി റോഡിലൂടെ പോവുകയാണ്. അപ്പൊ ഒരു കുട്ടി അവിടെ പരിഭ്രമിച്ച് നിൽക്കുന്നതായിട്ട്, പരിഭ്രമിച്ച അവസ്ഥയെ കണ്ടു. പരിഭ്രമിച്ച കുട്ടിയെ കണ്ടു. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? കൺഫ്യൂസ്ഡിന്റെ കൂടെ കൺഫ്യൂസ്ഡ് ചൈൽഡ് മതി. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ഗേൾ. പരിഭ്രമിച്ച കുട്ടി കിട്ടിയല്ല. അപ്പൊ കുട്ടിയെ വിശേഷിപ്പിക്കണം ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ച്. എങ്ങനെയുള്ള കുട്ടിയാണ്? പരിഭ്രമിച്ച കുട്ടി. ഇനി ഒരു സെന്റൻസ് വേറെ ഉണ്ടായി ജോർഫി. ഞാൻ ഒരു പരിഭ്രമിച്ച കുട്ടിയെ സ്ഥലം പറയാം, ഇടുക്കിയിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ മൂന്നാറിൽ വെച്ച് കണ്ടു. അങ്ങനെ സെന്റൻസ് പറഞ്ഞു. ഞാൻ കണ്ടു. ആദ്യം ഓക്കെ ആര്യ, ഞാൻ കണ്ടു അത്രയും പറയും. ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഇനി പറയും എന്ത് കണ്ടു? ഒരു പരിഭ്രമിച്ച കുട്ടിയെ എവിടെ വെച്ച് കണ്ടു? അറ്റ് ദ പാർക്ക്. മതി. പാർക്ക് വെച്ച് ഞാൻ പാർക്കോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ എന്തെങ്കിലും കൊടുക്കാം. യെസ്, ഐ സോ എ കൺഫ്യൂസ്ഡ് ബോയ് അല്ലെങ്കിൽ എ കൺഫ്യൂസ്ഡ് കിഡ്. ചെറിയ കുട്ടിയാകുമ്പോഴാണ് പരിഭ്രമിക്കാൻ സാധ്യത. കിഡ് അറ്റ് ദ പാർക്ക്. പാർക്കിൽ വെച്ച് ഞാൻ അങ്ങനെ പരിഭ്രമിച്ചൊരു കുട്ടിയെ കണ്ടു. കൺഫ്യൂസ്ഡ് കിഡ് ഇത് ആണോ? കിഡ് അറ്റ് ആണോ? അറ്റത് അല്ലേ? അറ്റ് പാർക്ക് അല്ലേ? പാർക്ക്. യെസ്, നമുക്ക് വേണ്ടത് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചു. ഇനി അടുത്ത ഒന്ന് കൊടുത്ത്. അടുത്ത വേർഡ് ഒന്ന് വായിച്ച് ജോഫി.
roasted, roasted, roasted. റോസ്റ്റ് വറുത്ത, റോസ്റ്റഡ് വറുത്തു, ഫ്രൈ ആക്കി. ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ മതി തന്നെയാണ്. ഈ റോസ്റ്റഡ് എന്നുള്ളതിന് കൂടെ നമുക്ക് വരാവുന്ന വേർഡ് ചേർത്ത്. Fish, വറുത്ത fish roasted. ഫിഷ് അല്ല, റോസ്റ്റഡ് ഫിഷ് അല്ല, റോസ്റ്റഡ് ബനാന എന്ന് തുടങ്ങി പറയും. യെസ്, ഓക്കെ. ഇവിടെ സോയ പറഞ്ഞിട്ടുണ്ട് റോസ്റ്റഡ് ബനാന, വറുത്ത പഴം അല്ലെങ്കിൽ പഴംപൊരി എന്നുള്ള രീതിയിലിരിക്കട്ടെ, റോസ്റ്റഡ് ബനാന. അപ്പൊ നോക്കിയേ, ബനാന എന്നുള്ള വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡ് ഏതാണ്? റോസ്റ്റഡ് അല്ലെ? റോസ്റ്റഡ് എന്ന വേർഡ് ഉപയോഗിച്ചു. ആ റോസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് റോസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇനി ഈ റോസ്റ്റഡ് ബനാന വരാവുന്ന ഒരു സെന്റൻസ് പറഞ്ഞു. I have a roasted banana. Yes, I have a roasted banana. Yes, അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാം. രാവിലെ ഞാനൊരു പഴംപൊരി കഴിച്ചു. അങ്ങനെ പറഞ്ഞേക്കും. ഞാൻ കഴിച്ചു. ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ്. I eated a roasted banana in the morning. Yes, I ate a roasted banana in the morning. ഞാൻ രാവിലെ എന്ത് കഴിച്ചു? ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള ബനാന ഉണ്ട്. അപ്പൊ ബനാനനെ വിശേഷിപ്പിക്കുകയാണ് ഇത് റോസ്റ്റഡ്. ഓക്കെ സഫീദ, എന്ത് വിശേഷിപ്പിക്കുന്നു? റോസ്റ്റഡ്. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ജിനുവിടെ ജിനു ജോസ്. യെസ്, അടുത്ത വാക്ക് വായിച്ചു മകളെ. സ്റ്റോളൻ. അല്ല, സ്റ്റീല്, സ്റ്റോളൻ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റോൾ എന്ന് പറഞ്ഞാലും മോഷ്ടിച്ചു. സ്റ്റോളൻ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടാ. അപ്പൊ മോഷ്ടിച്ചതായ എന്നർത്ഥം വരാവുന്ന ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അതിന്റെ കൂടെ വരാവുന്ന ഒരു വാക്ക് ചേർത്ത് മോഷ്ടിച്ച. അല്ല, അതൊക്കെ അതൊന്നും വേണ്ട. ഈ ഇതിന്റെ കൂടെ വരാവുന്ന ഒരു വാക്ക് കണ്ടുപിടി ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. മോഷ്ടിച്ച. ആ, അതിന്റെ കൂടെ നൗൺ വരട്ടെ, ഒരു പേര് വരട്ടെ. മോഷ്ടിച്ച കള്ളൻ എന്ന് പറയില്ല, മോഷ്ടിച്ച കള്ളൻ. അത് നമുക്ക് കള്ളനെ പിടിക്കും പറയാം. നമുക്കൊരു പേരായിട്ട് പറയാം. മോഷ്ടിച്ച ഒരു കാറാന്ന് വിചാരിച്ചു. മോഷ്ടിച്ച കാറ്. യെസ്. അപ്പൊ ഇനി ജിനു ഒന്ന് പറഞ്ഞേ, ഞാനൊരു മോഷ്ടിച്ച കാറ് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഈ കാറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? മോഷ്ടിച്ച കാറാണ്. ജിനുവിന് വില കുറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ കള്ളം പറഞ്ഞു ഇത് മോഷ്ടിച്ച കാറാണ്, കുഴപ്പമില്ല, ഞാനത് വാങ്ങിച്ചോളാം. ഒന്ന് പറഞ്ഞു, ഞാനൊരു മോഷ്ടിച്ച കാറ് വാങ്ങി. ഞാൻ വാങ്ങിയെന്ന് ആദ്യം പറ. ഐ ബോട്ട്. ശരിയാണ്, കറക്റ്റ്. ഐ ബോട്ട് ഒരു മോഷ്ടിച്ച കാർ. എ സ്റ്റോളൻ കാർ. മോഷ്ടിച്ച കാറല്ലേ? കാറിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള കാറാണ്? സ്റ്റോളൻ. അപ്പൊ സ്റ്റോളൻ എന്ന് പറയുന്ന വേർഡ് കാർ എന്ന് പറയുന്ന നൗനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ബോട്ട് എ സ്റ്റോളൻ. എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം. കാറിന് ഞാനിപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. പപ്പിയോ വേണമെങ്കിൽ പട്ടിക്കുഞ്ഞോ പൂച്ചയോ വരല്ലോ, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കാറിന് പറഞ്ഞത് മാത്രമാണ്. ഈ അടുത്ത വാക്കെടുത്ത്. ആ, ഓക്കെ, സോയ കറക്റ്റ് ആണ്. ബോയിൽ തിളപ്പിക്കുക. ബോയിൽഡ് തിളപ്പിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോയിൽഡ് തന്നെയാണ്. യെസ്. അപ്പൊ ബോയിൽഡ് തിളപ്പിച്ചതായ കൂടെ വരാവുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ച്. തിളപ്പിച്ചതായ, ബോയിൽഡ് എഗ് എന്ന് വെച്ചാൽ കറക്റ്റായി. പുഴുങ്ങിയ എഗ് എന്നുള്ള അർത്ഥം. ബോയിൽഡ് എഗ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ എഗ്ഗിനെ വിശേഷിപ്പിക്കണം, വെറുതെ ഉള്ള എഗ്ഗല്ല, ബോയിൽഡ് പുഴുങ്ങിയ എഗ്ഗാണ്.
ഇന്ന സെന്റൻസ് ഉണ്ടാക്കി ബോയിൽഡ് എഗ് വരാവുന്ന രീതിയിൽ. തെറ്റിക്കോട്ടെ, പറഞ്ഞോ. ഞാൻ ബോയിൽഡ് എഗ് പറഞ്ഞ കഴിച്ചു എന്നുള്ള രീതി വന്നോ? ശരിയാവൂലേ? അല്ല ഞാൻ കഴിച്ചു അതാദ്യം പറഞ്ഞ. എന്ത് കഴിച്ചു എന്നുള്ളത് മൂന്നാമത്. എഗ് അല്ലേ? ഐ ഈറ്റ് ബോയിൽഡ് എഗ് എന്ന് പറയുമ്പോൾ ഞാൻ പുഴുങ്ങിയ മുട്ട കഴിക്കാറുണ്ട്. യെസ്, ഓക്കെ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ കഴിച്ചു എന്നാണെങ്കിൽ ഐ ഈറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആക്കണം. ഐ എയ്റ്റ് ബോയിൽഡ് എഗ് ഇൻ ദി മോർണിംഗ്. രാവിലെ ഞാൻ എന്ത് ചെയ്തു? പുഴുങ്ങിയ മുട്ട കഴിച്ചു. അടുത്ത വാക്കെടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. യെസ്, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. യെസ് ജിനു, അടുത്ത വാക്ക് പറഞ്ഞു. ഡെവലപ്പ് വികസിക്കുക. ഡെവലപ്ഡ് വികസിച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡെവലപ്ഡ്. വികസിച്ചതായ എന്ന് വരുന്നതിനെ കുറിച്ച് ചേർക്കാവുന്ന ഒരു പേര് പറഞ്ഞു. വികസിച്ചതായ രാജ്യം എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ എന്ത് പറയാം? ഡെവലപ്ഡ് കൺട്രി, വികസിച്ചതായ രാജ്യം അല്ലേ? ഇനി ആ ഡെവലപ്ഡ് കൺട്രി എന്ന് വരാവുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കി. ഇന്ത്യ ഒരു വികസിച്ച രാജ്യമാകുന്നു. വെറുതെ നോണാക്കേണ്ട, വികസിച്ച രാജ്യമല്ല, എന്നാലും നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. ഓക്കെ, സംഗീത കറക്റ്റ് ആണ്. ഡെവലപ്ഡ് പാർക്ക്. സംഗീതം ഇപ്പൊ പിടികിട്ടി തുടങ്ങി. യെസ്, വെരി ഗുഡ്. യെസ്, പറഞ്ഞോ. ഇന്ത്യ ഒരു വികസിച്ച രാജ്യമാണ്. ഇന്ത്യ ആകുന്നു, അതാദ്യം പറയാം. ഇന്ത്യ is developed country. ശരിയാണ്, ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് അത് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ അതിനോട് യോജിച്ചു പോണ വാക്ക് നമ്മൾ നോക്കി അല്ലെ? റിട്ടേൺ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലൈന്റ് ആയി, കുഴപ്പമില്ല, റിട്ടേൺ ഡോക്യുമെന്റ് അങ്ങനെയൊക്കെ പറയാം. ബ്രോക്കൺ ബ്രോക്കൺ വിൻഡോ എന്ന് പറയാം, ബ്രോക്കൺ ഡോൾ എന്ന് പറയാം, ലോസ്റ്റ് കീ എന്ന് പറയാം, ലോസ്റ്റ് വാച്ച് എന്ന് പറയാം. പിന്നെ റോസ്റ്റഡ് ബനാന പറഞ്ഞു, റോസ്റ്റഡ് കാഷ്യൂ എന്ന് പറയാം. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിന് കൂടെ വരാവുന്ന ഒരു വാക്ക്, അതിനെ വിശേഷിപ്പിച്ച് പറയാവുന്ന ഒരു വീട് നമുക്ക് കണ്ടിട്ടുണ്ട്. യെസ്, ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയണത്? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയും. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇത് ചെറിയ സംശയം പറഞ്ഞത് സംഗീതയും ജോൺഫിയും ഇതിനോടൊപ്പം തന്നെ ജിനുവുമാണ്. യെസ്, ഇങ്ങനെ പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അടിയിൽ വരുന്ന വേർഡ് നേരത്തെ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ആദ്യം നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യണ്ട, അപ്പൊ അത് മൊത്തം കൺഫ്യൂഷൻ ആവും. ആ അഡ്ജക്റ്റീവിന്റെ കൂടെ വരാവുന്ന പറ്റിയൊരു വാക്ക് കണ്ടുപിടിക്കുക. ഇപ്പൊ വറുത്ത എന്ന് പറഞ്ഞപ്പോ തന്നെ വന്നില്ലേ, വറുത്ത പഴംപൊരി, ടോസ്റ്റഡ് ബനാന. അപ്പൊ അതിന് കറക്റ്റ് വന്നില്ലേ? അത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആലോചിച്ചാണ്. യെസ്, ഓക്കെ. അപ്പൊ അവിടെ പരീക്ഷയ്ക്ക് എന്റെ ചോദ്യം വേണ്ടത് ഇങ്ങനെയൊന്നും അല്ലട്ടോ, അത് പേടിക്കേണ്ടത്. പരീക്ഷയ്ക്ക് വേറെ മോഡലാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇനി അപ്പൊ നമ്മള് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ING വന്നിട്ട് ആ ING ഉള്ള വേർഡ് എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം, പിന്നെ വെർബായിട്ട് ഉപയോഗിക്കണം. ആ വെർബായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈസ്, ആമ്, ആറ്, വാസ്, വേറെ ഇതിന്റെ കൂടെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും ഇപ്പൊ നമ്മൾ പറഞ്ഞതും അതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മളോട് പറയുന്നത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു വെർബായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബായിട്ട് ഉപയോഗിക്കണം. അപ്പോ അത് ഒരു വെർബായിട്ട് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് ടെൻസ് ഉണ്ട്.
ആ ടെൻസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മൂന്നാമത്തെ ഫോമാണ് കയറുന്നത്. ഏതൊക്കെയാണ് രണ്ട് ടെൻസ് നമുക്ക് നോക്കാം. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റും അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റും വിളിക്കാൻ മതി. പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാം. അപ്പൊ ഷമീമ യെസ്. ബിനീഷ Sir, okay. Binisha, are you married? yes, I'm married. Yes. What is your husband's name? Jayprakash. Jayprakash. Okay. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയാമല്ലോ, പേര് കേട്ടപ്പെട്ട. ജയപ്രകാശ് 9:30 വീട്ടിൽ നിന്ന് പോകുന്നു. രാവിലെ 9:30. 9:31 ജയപ്രകാശിനെ അന്വേഷിച്ച് ജയപ്രകാശിന്റെ കൂട്ടുകാരൻ വരും. ആ കൂട്ടുകാരനോട് ബിനീഷ പറയണം, ആളിതാ ഇപ്പൊ പോയുള്ളൂ, സമയം പറയാൻ പാടില്ല. ആ പറയുന്നത് കേൾക്കുമ്പോ ആൾക്ക് തോന്നണം, കൂട്ടുകാരൻ തോന്നണം, പോയിട്ട് അധിക നേരമായിട്ടില്ല. എങ്ങനെ പറയും ബിനീഷ? Now he's go. Now he's go എന്ന് പറയൂ അല്ലെ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ്. ഷംന മനോജ്. മനോജാണ് 9:30 പോയിരിക്കുന്നത്. 9:31 മനോജിന്റെ കൂട്ടുകാരൻ വരുന്നു. ആള് ഇപ്പൊ എങ്ങനെ പോയുള്ളൂ എന്ന് ഷംനയുടെ മറുപടിയിൽ നിന്ന് കേൾക്കണാക്കി ബോധ്യപ്പെടും. യെസ്, എങ്ങനെ പറയാം? ഇപ്പൊ പോയതേ ഉള്ളൂ എന്ന് പറയണോ? അല്ല, ഇപ്പൊ പോയിട്ടുള്ളൂ എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാം. He's going now. Going now. Okay. ഏതാണ്ട് ബിനീഷയുടെ അതേ പാറ്റേൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിജിക്ക് പറ്റിയ ആൻസർ. ബിജി കേസ് Yes, sir. ഒന്ന് പറഞ്ഞോളൂ. He just go. ജസ്റ്റ് ഗോ. ഞാനൊരു ടാസ്ക് കൊടുത്തത്. ജസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് എന്നുള്ള വേർഡ് ജസ്റ്റ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു കേൾക്കുന്ന ജസ്റ്റ് എന്ന് പറഞ്ഞില്ല. അപ്പൊ വേണ്ട, ജസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാതെ എങ്ങനെ പറയും? He gone for a minute. For a minute. ഓ, ജസ്റ്റ് പറയുമ്പോ 7 മിനിറ്റ് ആക്കി കേട്ടാ. ഞാൻ 9:30. 7 മിനിറ്റ് പറ്റൂല. ജസ്റ്റ് പറ്റൂല, 7 മിനിറ്റ് പറ്റൂല. പിന്നെ പറ, ഈ രണ്ട് വേർഡ് ഇല്ലാണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെയാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇവിടെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടെൻസ് കയറി വരുന്നത്. യെസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ടെൻസുകൾ പറഞ്ഞില്ലേ, അതിൽ ഒരു ടെൻസിന്റെ പേര് എഴുതിക്കോ, പ്രസന്റ് പെർഫെക്റ്റ്. ഹെഡിങ് പ്രസന്റ് പെർഫെക്റ്റ്. യെസ്. ഓക്കെ, സോയ, പ്രസന്റ് പെർഫെക്റ്റ്. യെസ്. എന്നിട്ട് അതിന്റെ അടിയിൽ ഇത് എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ് എസ് എന്ന് തന്നെ. എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് എന്നിട ഒരു സ്ലാഷ് വരക്കുക, ഹാവ്. ഹാസ് ഓർ ഹാവ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ വി. സർ ഒന്നുകൂടെ പറയാമോ? എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി. വി മീൻസ് വെർബ്. ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് നോക്കി. Okay, I will tell you, don't worry. Subject has അല്ലെങ്കിൽ have. Has അല്ലെങ്കിൽ ഒരു സ്ലാഷ് വച്ചാൽ മതി. സബ്ജക്റ്റ് has അല്ലെങ്കിൽ have, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും V3 എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ. ഓക്കെ, സോ വെരി ഗുഡ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ.
ഇത്രയും വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, തൊട്ട് മുമ്പ് സംഭവിച്ചതാണ്. അപ്പൊ ഇവിടെ ബിനീഷക്ക് വേണമെങ്കിൽ ഭർത്താവ് പോയി എന്നുള്ളതിന് മൈ ഹസ്ബൻഡ് വെന്റ് എന്ന് പറയാം, മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ എന്നും പറയാം. മൈ ഹസ്ബൻഡ് വെന്റ് എന്ന് ബിനീഷ പറഞ്ഞാൽ ഫ്രണ്ട് മനസ്സിലാക്കും പോയിട്ട് കുറെ നേരമായി. നേരെ മറിച്ച് മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ എന്നാണ് പറയണമെങ്കിൽ ഫ്രണ്ട് മനസ്സിലാക്കും പോയിട്ട് അധിക നേരമായിട്ടില്ല. കാരണം ഈ പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയും. ജസ്റ്റ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രേവതി പറഞ്ഞ പോലെ മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ, ഇതാണോ കറക്റ്റ് ആയിട്ട് വേണ്ടത്? നേരത്തെ ഇന്നലെ പോയിട്ട് ചോദിക്കുക ഭർത്താവ് എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാസ് പറയുന്നത്, ഹി വെന്റ് എന്ന് പറയണം, പാസ്റ്റ് ടെൻസിൽ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പറഞ്ഞ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പറയാം ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. യെസ്, ഇതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് അഡ്ജക്റ്റീവ് ആയിട്ട് പല സ്ഥലത്തും ഉപയോഗിച്ച് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ഷീ ഹാസ് ഗോൺ, ഷീ ഹാസ് ഗോൺ ടു ഡൽഹി, they have ordered a cup of tea. കേട്ടോ, സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് വെർബായിട്ട് ഉപയോഗിക്കുകയാണ്. എന്തായിട്ട് ഉപയോഗിക്കുക? അഡ്ജക്റ്റീവ് ആയിട്ടല്ല. കാരണം എന്താണ് ഉപയോഗിക്കുന്നത്? തൊട്ട് മുന്നിലെ ഹാസോ ഹാവോ കയറി വരും, അപ്പൊ അത് വെർബായി. യെസ്, ഓക്കെ. നിസ ഷിഹാബ്. ഓക്കെ സാർ. ഓക്കെ, 2-3 എക്സാമ്പിൾ പറഞ്ഞു നിഷ. ഈ പ്രസന്റ് പെർഫെക്റ്റിന് 1-2 എക്സാമ്പിൾ പറഞ്ഞു. ഈ സെന്റൻസ് ആയിട്ട് പറയണോ സാർ? ഐ ഹാവ് ഓർഡർ അൽഫാം. ഐ ഹാവ് ഓർഡേർഡ് അൽഫാം. കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, I have ordered പിന്നെ പറയാവേ, ഐ ഹാവ് ഓർഡർ TV. ഓർഡേഡ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം നിസ, ഈ ഓർഡേഡ് മാറ്റി വേറൊരു വാക്ക് പഠിക്കും. ഐ ഹാവ് ബോട്ട് വാങ്ങി, മൈ ബോട്ട് എ ബുക്ക്. യെസ്, ഓക്കെ, ഓക്കെ, കറക്റ്റ് ആണ്. ഐ ഹാവ് ബോട്ട് എ ബുക്ക്. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നേരത്തെ ഓർഡർ പറഞ്ഞപ്പോ ഞാൻ പറയാൻ പോയ കാര്യം, ഭർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്ത. യെസ്, അപ്പോ നിസ പറയാണ് ഐ ഹാവ് ഓർഡേഡ് എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇത് മനസ്സിലാക്കണം, ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഇത് വരാൻ കുറച്ച് സമയം പിടിക്കും. നേരെ മറിച്ച് നിസ പറയാണ് ഐ ഓർഡേഡ്. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഷമീന, പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, സംഗീത, ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ വേറെ എക്സാമ്പിൾ പറഞ്ഞു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഓർഡേർഡ് വേണ്ട അല്ലേ സാർ? വേറെ എന്തെങ്കിലും ചേർക്കണോ അല്ലേ? ജോൺഫി ശ്രദ്ധിക്ക്, ഗോ പ്രസന്റ് ടെൻസ്, വെന്റ് പാസ്റ്റ് ടെൻസ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എനിക്കൊന്നും വേണ്ടി. അപ്പൊ സാർ ഐ ഹാവ് ഗോൺ ആണ് ചർച്ച, അങ്ങനെയാണോ? അതാണ് കറക്റ്റ്, അതാണ് കറക്റ്റ്. ഐ ഹാവ് ഗോൺ. കാരണം ഹാസോ ഹാവോ കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെർബ് എപ്പോഴും മൂന്നാമത്തെ ഫോം ആയിരിക്കും, അതേ വരാവൂ. യെസ്, അതല്ലാണ്ട് ഐ ഹാവ് വെന്റുന്നു ഐ ഹാവ് ഗോന്ന് പറഞ്ഞാൽ തെറ്റാണ്. യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ, സംഗീത ഓക്കെ, ഐഡിയ കറക്റ്റ് ആണ്. I have saw a sir,
വിരിഞ്ഞാന്നുള്ളത് എന്താ സാർ ഇംഗ്ലീഷ് പറയാ? വിരിഞ്ഞാന്നുള്ളത് വിരിയുക എന്ന് പറയില്ലേ? ഇപ്പൊ ഫ്ലവർ വിരിഞ്ഞു എന്ന് പറയില്ലേ നമ്മള്? അതിനെന്താ ഇംഗ്ലീഷ് പറയാ? ബ്ലോസം. 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 I have saw a blossom flower. Yes. Okay. Okay. Yes. And that's a mistake between. Okay. Okay. I have saw a blossom flower. Correct sentence. But every mistake between the yes. Okay. I have the initiation verb in the past participle verb. See and the past tense and then so past tense. Past participle and then seen. Yes. I have seen a blossom flower. Correct. Okay, sir. Correct. പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പകരം ഉപയോഗിച്ചപ്പോ പാസ്റ്റ് ടെൻസ് ആയി പോയി മാത്രമേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഒരു വെർബ് നമ്മൾ പഠിക്കുമ്പോ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി ഓക്കെ സഫീദ, അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി നമ്മൾ നോക്കിയിരിക്കണം. ഹാവോ വെച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ നമുക്ക് പ്രസന്റൻസോട് കാര്യമില്ല. ഓക്കെ സംഗീത പറയാം. വേറെ സെന്റൻസ് പറയണോ അല്ലേ സാർ? I have wanted a bangle. I have wanted a bangle. I have wanted. Where number? വേറെ ബോയ്സോ ഷീയോ ഷീ വരണമെങ്കിൽ ഹാസ് വരും കേട്ടോ. യെസ്. My daughter has. My daughter has. Okay, Hermisa. Okay, my daughter has. And okay, my daughter. ഒരു മോളേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് എന്ത് വരും? ഹാസ്. യെസ്. My daughter has wanted a kurta. യെസ്. വെരി ഗുഡ്. ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആയില്ല. അവിടെ ഈ ശനിയാഴ്ച നമ്മുടെ MT8 കോൺവെക്കേഷൻ സെറിമണി ടീച്ചർമാർ ഡാൻസ് പഠിക്കുന്ന ഒച്ചനെ കേൾക്കുന്നത്. യെസ്. ഒന്നുകൂടി പറഞ്ഞ് കേട്ടില്ല. My daughter has my daughter has ordered a chudar. Yes. My daughter. Correct. My daughter has ordered a chudar. Correct. സംഗീത അവരോട് പറഞ്ഞോ. Okay. Hermisa. My husband wanted my ചായ ചോദിച്ചു എന്നുള്ളത് എന്താ സാർ ഇംഗ്ലീഷ് പറയാ? വാണ്ടഡ് എ ടീ ആണോ സാർ? വാണ്ടഡ് എ ടീ എന്നാണോ? ചോദിക്കാന്നുള്ള കാര്യം ആസ്ക് എന്നല്ലേ ചോദിക്കുക. അപ്പൊ അതിന്റെ asked. My husband asked a cup of tea. Okay ആണോ സാർ? Correct. My husband asked a cup of tea. ഒരു കപ്പ് ചായ ചോദിച്ചു. വെരി ഗുഡ്. യെസ്. ഓക്കെ. മനസ്സിലായില്ല? സബ്ജക്ട് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈ വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. അതാണ് മൂന്നാമത്തെ വെർബായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസ്. ഇനി വേറൊരു ടെൻസും കൂടി ഉണ്ട്. യെസ്, എഴുതിക്കോളൂ. അടുത്ത ടെൻസിന്റെ പേര് എഴുതിക്കോളൂ. പാസ്റ്റ് പെർഫെക്റ്റ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD ഹാഡ് പ്ലസ് വി വെർബ് എന്നുള്ളതിന്റെ വി എന്നിട്ട് ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാം. ബീത്ത് എഴുതിയാലും കുഴപ്പമില്ല. എസ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കണം. ആ വെർബിന്റെ എന്ത് ഉപയോഗിക്കണം? മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. നേരത്തെ ഹാസിനും ഹാവിനും പറഞ്ഞതുപോലെ തന്നെ ഹാഡ് കഴിഞ്ഞാലും എന്തേ വരുള്ളൂ? പാസ്റ്റ് പാർട്ടിസിപ്പിളേ വരുള്ളൂ. ഹാഡ് ഗോ എന്ന് പറയില്ല, ഹാഡ് വെന്റ് എന്ന് പറയില്ല,
had gone, had taken, had returned, had broken, had lost, had asked. അല്ല, had കഴിഞ്ഞാലും has have പോലെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. യെസ്, സൗമ്യ ഉദയകുമാർ Yes, sir. പാസ്റ്റ് പെർഫെക്റ്റിന്റെ രണ്ട് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു. സൗമ്യ, സബ്ജക്റ്റ് വേണം, ആഡ് വേണം. I had broken a new jar. I had broken a new jar. yes, I have broken a okay new jar. ഞാൻ പുതിയ ജാർ പൊട്ടിച്ചു. യെസ്, വെരി ഗുഡ്. വേറെ ഒന്നോട് പറഞ്ഞു സൗമ്യ. I had written a short story. Yes, okay, Nisa. I had written a short story. അതിന്റെ അർത്ഥം ഇപ്പൊ കഴിഞ്ഞ നേരത്തെ കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറെ നേരം വരും. ആസ് ആകുമ്പോൾ ജസ്റ്റ് ഇപ്പൊ സംഭവിച്ചതല്ല, ഇത് കുറെ നേരത്തെ സംഭവിച്ചത്. ഇത് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ പറയാം. പക്ഷെ ഇനി പറഞ്ഞു തീരാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനൊരു എക്സാമ്പിൾ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ പറയാം. യെസ്, അപ്പോ ഹാഡിന്റെ ഉപയോഗം ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ, ഒരു മിനിറ്റ്. ഐ ഹാഡ് റിട്ടൺ എ ഷോർട്ട് സ്റ്റോറി, കറക്റ്റ് ആൻസർ. ഓക്കെ, രേവതി പറഞ്ഞോളൂ. My neighbor had a cute puppy. യെസ്, അപ്പോ അവിടെ എനിക്ക് വേറൊരു പ്രശ്നം കൂടി രേവതി പറഞ്ഞു നന്നായി. ഇവിടെ രേവതി പറഞ്ഞു മൈ നെയ്ബർ ഹാഡ് ക്യൂട്ട് പപ്പി. ഞാൻ പറഞ്ഞു വന്നത് ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. രേവതി, ഈ വാചകത്തിൽ എവിടെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നേക്കണേ? ഏതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ? സെന്റൻസ് കറക്റ്റ് ആണ്. പാസ്റ്റ് വന്നിട്ടില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. ഹാഡ് വന്നിട്ടില്ല. ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വന്നിട്ടില്ല. അപ്പൊ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. മൈ നെയ്ബർ ഹാഡ് എ ക്യൂട്ട് പപ്പി. പക്ഷേ ഇത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സെന്റൻസിലോട്ട് വരും. ഇത് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പൊ വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്ട് കഴിഞ്ഞിട്ട് പാസ്റ്റ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഹാഡ് കഴിഞ്ഞാല് എപ്പോഴും ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി ഓക്കെ സബിത ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാൻ പറ്റും. യെസ്, അപ്പോ നോർമലി നമ്മൾ ഈ ഹാഡ് ഉപയോഗിക്കോ? സാധാ പാസ്റ്റ് മാത്രമല്ലേ ഉപയോഗിക്കൂ? ഇത് സ്പെഷ്യൽ കേസസിൽ മാത്രമല്ലേ ഈ ഹാഡ് ഉപയോഗിക്കുമല്ല, അല്ലാതെ നോർമൽ ഒരു പാസ്റ്റ് സംഭവം പറയാനേ നമ്മൾ ഈ ഹാഡ് ഉപയോഗിക്കോ? അത് വരും. രണ്ട് പാസ്റ്റ് ഇപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. എന്നാലേ ഇത് പറഞ്ഞു തീർന്നാല് സമയം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അടുത്ത പ്രാവശ്യം വരുന്നതിന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ ഓക്കെ, ജിനു പറഞ്ഞോളൂ. ജിനു, jewelry പറ്റുമോ? യെസ്, ഐ ഹാഡ് ടേക്കൻ ജുവലറി അല്ലേ? കറക്റ്റ് ആണ്. താങ്ക് യു സർ. ഓക്കെ. ഇനി വിനീത പറഞ്ഞോളൂ. വിനീത, യെസ്, വിനീത വരുമെന്ന് വിചാരിക്കാം. സാഹിദ സായി, ആര്യ വിനു. Yes, sir. ഓക്കെ, ഒരു പാസ്റ്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ, സംഗീത കറക്റ്റ് ആണ്. ആര്യ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സബ്ജക്ട് വേണം, ഹാഡ് വേണം, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. She had gone to a market. Okay, correct. Very good. She had gone to market. Correct. She had gone to market. അതെ. Arya. അല്ലേ sir? Okay, Satya correct. Yes. Gone to the market. Yes. Okay, correct. Yes, correct. Where do you പറഞ്ഞോളൂ Arya? She had. അതിനകത്ത് has past personal. Yes, sir. പറഞ്ഞോളൂ Arya.
He had പറഞ്ഞോ, ആര്യ പറഞ്ഞു. a project before the hello sir. Hello sir. പറഞ്ഞു. He had ആര്യ കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ. he had completed the project before the time period. Yes, okay. He had completed the project before the time period. Yes, okay. Okay. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. എനിക്ക് ഒരു പശു ഉണ്ട് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ എങ്ങനെയാണ്? ഐ ഹാവ് എ കൗ. നോക്കിയാൽ ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് ഐ, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവില് ഹാവ് ഉണ്ട്, പിന്നെ വന്നേക്കുന്നത് എ കൗ എന്നാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരാണ്, വെർബല്ല. അപ്പൊ എന്തല്ല ഇത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അല്ല. ഇത് ഏതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. കാരണം എന്താണ്? ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം നൗൺ പറയുകയാണെങ്കിൽ ആ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് എന്താവില്ല? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആവില്ല. അതുപോലെ തന്നെ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു നൗൺ വന്നു കഴിഞ്ഞാലും സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് എന്താവില്ല? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആവില്ല. യെസ്, അതാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസോ ഹാവോ കഴിഞ്ഞ് ഹാഡോ കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി വരുമ്പോഴാണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്നോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് ബോട്ട്, വാങ്ങിച്ചു, എ കൗ, അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കാരണം ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബോട്ട്. ആ ബോട്ട് എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. ഐ ഹാവ് എ കൗ, അപ്പൊ അത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല. കാരണം അതിന്റെ അത് എന്തില്ല? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല, പക്ഷെ സെന്റൻസ് കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കണം, വെർബായിട്ടും ഉപയോഗിക്കണം. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതാണ് പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമുക്ക് ആ യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അത് ഹാഡിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. യെസ്, നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സംഗീത, ജിനു ആൻഡ് ജോൺഫി ലോസ്റ്റിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ മനസ്സിലാവാതിരുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ. സംശയം ഉണ്ടെന്ന് ചോദിച്ചോട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. സോ സൈൻ ഓഫില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. So, with your permission, I close it. We will meet in the. Thank you, sir. Thank you, sir. Thank you, sir. Okay. Okay, Lisa.